खण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरुवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनं शलाकया चक्षुर्मिलितं येन तस्मै श्रीगुरुवे नमः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्म तस्मै श्रीगुरुवे नमः। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदर्शं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वदी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमः। ഇവിടെ ഞങ്ങൾ പാദയാത്ര 400 കിലോമീറ്ററിലധികമായി എത്തിച്ചേർന്നത് മല്ലിയൂർ ഗണപതി ക്ഷേത്രത്തിൽ. ഇത് ഭാഗവത സപ്താഹം നടത്തി വന്ന ബ്രഹ്മശ്രീ മല്ലിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ സമാധിയും അടുത്താണ്. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രവും കൂടെയാണ്. ഇവിടെ ഇരിക്കുന്നത് ഞാനൊരു പുണ്യഭൂമിയായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ അടുത്തിരിക്കുന്നത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബ്രഹ്മശ്രീ മല്ലിയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആണ്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. ഭാഗവത സപ്താഹം ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഈ ഭാഗവത സപ്താഹം അദ്ദേഹത്തിൻ്റെയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കേൾക്കാനുള്ള അവസരം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ക്രിപ്ചറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേദാന്തമൊക്കെ എല്ലാവർക്കും പഠിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഈ ഭാഗവതത്തിൻ്റെ ഒറിജിൻ തന്നെ പറയുന്നത് വേദവ്യാസൻ വേദാന്തമെല്ലാം എഴുതി ബ്രഹ്മസൂത്രവും എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരുമാതിരി ഒരു വിഷമം പോലെ മുഖത്ത് കണ്ടപ്പോൾ നാരദമുനി അവിടെ വന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ട് പറഞ്ഞു, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തോ ഒരു വിഷമം. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മത്സ്യാവതാരം തൊട്ട് ഭാഗവതം അങ്ങോട്ട് എഴുതൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഭാഗവതത്തിനകത്ത് വേദാന്തത്തിൽ വളരെ പ്രയാസപ്പെട്ട് മനസ്സിലാക്കുന്ന തത്വങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് ഭക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഭാഗവതം എഴുതിയിരിക്കുന്നത്. ഇവിടെ പലർക്കും അറിയാം, ഞാൻ വൃന്ദാവനിലും മഥുരയിലും ഒക്കെ പോയി ഡൽഹിയിലുമൊക്കെ ഭാഗവതം ചെയ്യാറുണ്ട്, സപ്താഹം. പക്ഷെ ഇംഗ്ലീഷിലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിൽ ഇച്ചിരി പറഞ്ഞാലേ ആളുകൾക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരാളോട് പല പ്രാവശ്യവും പറഞ്ഞു, ഈ ഭഗവത്ഗീത വായിക്കണം, മുഖ്യമായ ഒരു സ്ക്രിപ്ചറാണത്, വായിക്കണം. 5 കൊല്ലമായിട്ട് പറഞ്ഞിട്ടും അയാളത് വായിച്ചില്ല. ഒരു ദിവസം ഈ മനുഷ്യൻ തന്നെ അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വേറൊരാളോട് പറയുകയാണ്, ഭഗവത്ഗീത വായിക്കേണ്ട ഒരു സ്ക്രിപ്ചറാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഇയാളടുത്ത് ആരെങ്കിലും ഒരു വെള്ളക്കാരൻ പറഞ്ഞു കാണും ഭഗവത്ഗീത നല്ല പുസ്തകമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ഇവിടെ വളരെ കാലം ഇന്ത്യയിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ആരും അറിയാതെ അനോണിമസായിട്ട് നടന്ന കാലങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റ് ഓഫ് റിലിജൻസിൽ പോയി US റെക്കഗ്നൈസ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് ഇവിടെ എല്ലാവരും അദ്ദേഹത്തിനെ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഗുരു മഹേശ്വർനാഥ് ബാബാജി പറഞ്ഞു,
ഏതായാലും എൻ്റെ മലയാളം അത്ര നല്ല ലാംഗ്വേജ് അല്ല. ഹിന്ദിയിൽ ഒരുവിധം പറ്റും. സംസ്കൃതം ഇന്ന് ഡെഡ് ലാംഗ്വേജ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ കണ്ടീഷനായി. ഇംഗ്ലീഷിൽ അങ്ങോട്ട് പഠിപ്പിക്കണം എന്ന് വെച്ചാൽ കോളേജ് ലെവലിലും സ്കൂളിലുള്ളവരും എല്ലാം വന്ന് കേൾക്കുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ ഭാഗവത സപ്താഹം നടത്തണം. ഞാൻ തിരുമേനിയോട് പറയായിരുന്നു, വല്ലപ്പോഴുമൊക്കെ അത് ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്യാറില്ല. എപ്പോഴും ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഇതൊന്നും വേണ്ട, ഭാഗവതം അല്ല വേദാന്തം വേണം, ഉപനിഷത്ത് വേണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. കാരണം ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ധാരണയുണ്ട്. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെക്ഷനിലൊരു ധാരണയുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ ഈ വയസ്സായി റിട്ടയറായി വല്യമ്മമാർക്കുള്ളതാണ്, അല്ലാതെ അങ്ങനെയൊന്നുമല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ സാധന ചെയ്യുന്നതിലും ഭഗവത് ദർശനത്തിനും ഏറ്റവും ആവശ്യമുള്ള ഭക്തിയാണ്. എന്നോട് ചിലർ വന്ന് ക്രിയായോഗ ദീക്ഷ വേണമെന്ന് പറയും. ഞാൻ അവരോട് പറയാറുണ്ട്, ക്രിയായോഗ ദീക്ഷ കൊടുക്കാം. പക്ഷെ ക്രിയായോഗ ദീക്ഷയും ക്രിയായോഗ ചെയ്യുമ്പോഴും ഭക്തിയും ഭാവവും ഇല്ലാതെ ചെയ്താൽ ഒരു കാര്യവുമില്ല. എന്നാൽ ക്രിയായോഗ ചെയ്യാതെ പലരും ഭഗവത് ദർശനം കിട്ടിയിട്ടുമുണ്ട്. ക്രിയായോഗ തന്നെ ചെയ്യണമെന്ന് അങ്ങനെ ഒന്നുമില്ല. കാരണം മീരാബായി എന്ത് ക്രിയായോഗയാണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ഞാൻ എൻ്റെ പരമ്പരയാണ്, ഞാൻ അതുകൊണ്ട് പറയല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങേ സൈഡിൽ നോക്കുകയാണെങ്കിൽ ജ്ഞാനികളിൽ ഇന്ന് നമ്മുടെ വളരെയധികം അറിയുന്ന ഒരു വ്യക്തിയാണ് രമണ മഹർഷി. അദ്ദേഹം എന്ത് ക്രിയ ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ക്രിയ ചെയ്യരുതെന്നല്ല പറയുന്നത്, ഇതിനൊക്കെ ഒരു ഭക്തിയും ഒരു ഭാവവും ഒക്കെ വേണം. ഇല്ലെങ്കിൽ അതൊരു മെക്കാനിക്കൽ എക്സസൈസായിട്ട് മാറും. അതാണ് ഞാനീ പറയുന്നത്. ഇത് ഹൃദയത്തിനുള്ളിൽ കൂടെ വരേണ്ട ഒരു 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 ഫീലിംഗാണ്. ഇത് നമുക്ക് വേറെ മെക്കാനിക്കലായിട്ട് ഇതിനെ കൊണ്ടുവരാൻ പറ്റില്ല. കബീർദാസ്, ബനാറസിൽ കബീർദാസ് ജീവിച്ചിരുന്നു, നമുക്കെല്ലാം അറിയാം. കബീറിൻ്റെ ദോഹയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഏത് ഹൃദയത്തിനുള്ളിൽ, മനുഷ്യനുള്ളിൽ ഭക്തിയും ഭാവവും പ്രേമവും സ്നേഹവും, ഇതെല്ലാം ഭക്തിയുടെ പല ലെവൽസാണ്, സ്നേഹം പ്രേമം എന്നൊക്കെ പറയുന്നത്. അതില്ലെങ്കിൽ വെറുതെ ശ്വാസം അകത്ത് പിടിച്ച് പുറത്ത് വിട്ടാൽ അത് വെറുതെ ഈ കൊല്ലന്മാരുടെ കയ്യിലൊരു ഇതുണ്ട്, എന്തെന്നാണെന്ന് എനിക്കറിയില്ല എൻ്റെ പേര്, ഈ തീ കത്താൻ വേണ്ടി അത് വച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും പ്രസ് ചെയ്ത് വിടുന്നത് പോലെ ഉള്ളൂ. പിന്നെ എന്ത് പ്രാണായാമം ചെയ്താലും അതിൽ ജീവനില്ല, എന്നാലും അത് ബ്രീത്ത് ചെയ്യും, ശ്വസിക്കും. അദ്ദേഹം പറഞ്ഞു, ജാധട് പ്രേമന സഞ്ചരി സോദട് ജാന ശ്മശാൻ. പ്രേമമില്ലെങ്കിൽ ഹൃദയത്തിൽ ആ മനുഷ്യനൊരു ശ്മശാനം പോലെയാണ്. ജയ്സെ ഖാൽ ലുഹാർക്കി സാസ് ലേത്ത് ബിൻ പ്രാൺ. പ്രാണമില്ലെങ്കിലും ശ്വാസം എടുക്കുന്നു വിടുന്നു, ആ കൊല്ലൻ്റെ ഇത്. അതുകൊണ്ട് ഇതിനെല്ലാം ഒന്നാമത് ഷോർട്ട് കട്ട് സൊല്യൂഷൻസ് ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് അതൊരു കൺസ്യൂമർ സൊസൈറ്റിയിൽ എല്ലാത്തിനും ഒരു ഷോർട്ട് കട്ട് വേണം. എല്ലാത്തിനും ഒരു 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 ഇപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ടുണ്ടോ എന്ന് വെച്ചാൽ, റോഡിൽ കൂടെ പോയാൽ പല സിഗ്നൽസും വരും, നിർത്തേണ്ടി വരും വണ്ടി, പതുക്കെ പോകാൻ പറ്റും. ഷോർട്ട് കട്ടുണ്ടോ? ഈ കാര്യത്തിൽ ആധ്യാത്മികമായിട്ടുള്ള സാധനയിൽ ഷോർട്ട് കട്ടൊന്നുമില്ല. എല്ലാവരും അതിൽ ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ അവിടെ ചെന്ന് എത്തും എന്ന് ചോദിച്ചാൽ, ഒന്ന് ഭക്തി എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ, വലിയ വലിയ യോഗിമാർ, മഹാന്മാർ, അവരടുക്കൽ പോയിരുന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു ഭക്തി ഉണ്ടാവും. ഇപ്പോൾ അതുണ്ടായി കഴിയുമ്പോൾ പിന്നെ അതിന് ഒരു എക്സ്പ്ലനേഷനോ അതിനൊരു ഡൗട്ടോ ഒന്നും വരില്ല. മനുഷ്യന് നേരെ അങ്ങോട്ട് പോയിക്കോളൂ.
സാധാരണ നമ്മൾ എന്ത് വേദാന്തം പഠിച്ചാലും ഒരു 100 പ്രശ്നങ്ങൾ വരും, അതിന് ഉത്തരം കിട്ടും. ഉത്തരം കിട്ടി അതങ്ങോട്ട് മാറി കഴിയുമ്പോൾ പിന്നെയും 100 പ്രശ്നങ്ങൾ വരും. അത് മനസ്സിൻ്റെ സ്ഥിതിയാണ്, എപ്പോഴും അതിന് ഉത്തരങ്ങൾ വേണം. ഭക്തിയിലെത്തുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ലിമിറ്റഡായിട്ടുള്ള ഈ തലച്ചോറ് കൊണ്ട് നമ്മൾ തേടുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാവും. എന്നുവെച്ചാൽ ആലോചിക്കരുതെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും ബുദ്ധിയുള്ള ആൾ പെട്ടെന്ന് ബുദ്ധിയുടെ ലിമിറ്റേഷൻസ് അങ്ങ് കണ്ടുപിടിക്കും. ബുദ്ധി വേണം, പക്ഷേ ഇപ്പോൾ ഗായത്രി മന്ത്രത്തിൽ തന്നെ അവസാനം ധിയോ യോന പ്രചോദയാത് എന്നാണ് പറയുന്നത്. ബുദ്ധി വേണം, ബുദ്ധി ഉണ്ടാവണം, എപ്പോഴും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. പക്ഷേ ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്ന ആൾക്ക് മനസ്സിലാവും ഈ ബുദ്ധിയുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതിൻ്റെ അപ്പുറം അതങ്ങോട്ട് പോവില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടീഷൻഡാണ്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളല്ലാതെ വേറെ ഇന്ദ്രിയങ്ങളൊന്നും ഇല്ല. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ വരുന്ന ഇൻഫർമേഷനാണ് അതിനെ എന്താ പറയുന്നത്, കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞ് ആ ഡാറ്റ, അതിൻ്റെ ഇൻപുട്ട്, അതിനെയാണ് അങ്ങോട്ട് നമ്മുടെ ഇൻ്റലിജൻസ് എന്നും പറഞ്ഞുണ്ടാക്കുന്നത്. ബ്രെയിൻ ലെവലിൽ കൂടുതൽ കാണാൻ സാധിക്കില്ല, എൻ്റെ കണ്ണിന് അത്രയുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കാണണമെങ്കിൽ ടെലസ്കോപ്പ് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഒരു ഇന്ദ്രിയത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. കാത് മണിയടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിചാരം ഇപ്പോൾ ശബ്ദം നിന്നു. ശബ്ദം നിന്നിട്ടില്ല, നമുക്കത് അത്രേ കേൾക്കാൻ പറ്റുള്ളൂ. വെളിയിലൊക്കെ ഈ പട്ടിയെ വിളിക്കുന്ന ഒരു വിസിലുണ്ട്, ഡോഗ് വിസിൽ എന്ന് പറയും. അതടിച്ചാൽ പട്ടിക്ക് കേൾക്കാം, നമുക്ക് കേൾക്കില്ല. കാരണം നമ്മുടെ കാതിൻ്റെ ഫ്രീക്വൻസി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ലിമിറ്റഡാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണുകൊണ്ട് കാണുന്നത് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കണമെങ്കിൽ എന്നും രാവിലെ സൂര്യൻ ഉദിക്കുന്നുമുണ്ട് അസ്തമിക്കുന്നുമുണ്ട്. പക്ഷേ വാസ്തവം എന്താണ്? സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല, ഭൂമിയാണ് കറങ്ങുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിൽ അതല്ലേ കാണുന്നത്. അപ്പോൾ കാണുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? കാണാത്തത് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റും. ഉപനിഷത്തിൽ ഇത്രയും ഒരുവിധം ഒരു ബുദ്ധി ഉണ്ടെങ്കിലേ ഉപനിഷത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേനോപനിഷത്തിൽ പറയുന്നുണ്ട്, ശ്രോതേന ശൃണോതി ന ശ്രോത്രം മിതം ശ്രുതം തദേവ ബ്രഹ്മം ത്വം വിദ്വി നേദം യദ്ദിദം ഉപാസത്തെ. മനസാനമന്യുതേ യനാഹുർമനോമതം. മനസ്സ് പോലും കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ ബ്രഹ്മം. നമ്മൾ ഈശ്വരൻ എന്നും പറയാം. അതുകൊണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അങ്ങോട്ട്, മനസ്സ് പോലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ മനസ്സ് പോകാൻ, ടച്ച് ചെയ്യാൻ പറ്റും, തീർത്ത് പറയാൻ പറ്റില്ല നമ്മൾക്ക്. എങ്ങനത്തെ മനസ്സാണ് ഭഗവത് ദർശനം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സാധാരണ മനസ്സല്ല, ശുദ്ധമായ ഭക്തിയുള്ള മനസ്സിൽ ഭഗവത് ദർശനം ഉണ്ടാകും. ഭഗവത് ദർശനം എന്ന് പറഞ്ഞാൽ നിരാകാരം, നിർഗുണം എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏത് രൂപത്തിലും രൂപമില്ലാതെയും ദർശനമാകാം. പല യോഗിമാർക്കും പല ഋഷിമാർക്കും പല രീതിയിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ കേസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. അദ്ദേഹം തുടങ്ങിയ സാധന ആദ്യം ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ ഒരു പൂജാരിയായിട്ടാണ് തുടങ്ങിയത്. എല്ലാവരും ആരാധന ചെയ്യുമായി, ആരാധന എല്ലാവരും ചെയ്യും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആരാധന ഒരു പ്രത്യേകം തരത്തിലുള്ള ഒരു ആരാധനയായിരുന്നു. അദ്ദേഹം ആ ഭഗവതിയുമായിട്ട് ഒരു ലവ് അഫെയർ തുടങ്ങി. ശരിക്കും സ്നേഹിച്ച് പ്രേമിച്ച് ആ ഭഗവതിയും അദ്ദേഹവുമായിട്ട് അതൊരു വിഗ്രഹം എന്നുള്ളത് മാറി മനസ്സെന്ന് അതൊരു ശക്തി. ശരിയാണ്, സർവവ്യാപിയായ ശക്തിയാണ് നമ്മൾ ഭഗവതിയായിട്ട് കരുതുന്നത്, ആരാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിനും ആ ശക്തിയും ഭദ്രകാളിയുമായിട്ട് വളരെ വളരെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ
ആരാധിക്കുന്ന റിച്വൽസ് എല്ലാം പോയി വെറുതെ ഒരു പ്രേമമായി. അതാണ് പരാഭക്തി എന്ന് പറയുന്നത്. ഒന്നും വേണ്ട, എനിക്ക് നീ മാത്രം മതി എന്നുള്ള കണ്ടീഷൻ. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നടക്കും. ശ്രീരാമകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് വന്നാൽ ഭഗവാൻ 4 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കും. പക്ഷേ അത് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതാണ് പ്രശ്നം. അല്ലാതെ അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് എല്ലായിടത്തും നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി ആരാധനയൊക്കെ ചെയ്യാറുണ്ട്. എന്ത് സുന്ദരമായിട്ടാണ് ഈ ആരത്തി ചെയ്യുന്നത് കാണാൻ. നമ്മുടെ മനസ്സ് അത് കണ്ട് സുഖിക്കും, ഇന്ദ്രിയങ്ങളത് കണ്ട് സുഖിക്കും. ഈ സുഖം അകത്തേക്ക് ഹൃദയത്തിലോട്ട് പോകുമ്പോഴാണ് അത് ഭക്തിയായിട്ട് മാറുന്നത്. വളരെ വർഷം മുമ്പേ ബംഗാളിൽ കൽക്കട്ടയിൽ ഇനിയൊരു ഉണ്ടായിരുന്നു, വേറൊരു അദ്ദേഹമാണ് ഗോസ്പൽ ഓഫ് രാമകൃഷ്ണ എഴുതിയത്. അങ്ങനൊരു പുസ്തകമുണ്ട്. ശ്രീരാമകൃഷ്ണൻ്റെ ഞായറാഴ്ച ഉള്ള സത്സംഗങ്ങൾ മുഴുവൻ അദ്ദേഹം എഴുതിയെടുത്ത് പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് മഹേന്ദ്രനാഥ് ഗുപ്ത എന്നായിരുന്നു. എന്നാണ് ഗോസ്പൽ ഓഫ് രാമകൃഷ്ണ ബൈ അദ്ദേഹം ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണാൻ പോയ കഥ വളരെ ഒരു രസകരമായ കഥയാണ്. ഒരു ഭാഗവതം പോലെ. വീട്ടിൽ ഭാര്യയുമായിട്ട് വഴക്കായി. ഞാനും വിവാഹിതനാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. വഴക്കായിട്ട് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു, നിങ്ങളവിടെ ദക്ഷിണേശ്വറിൽ റാണി റസ്മോണിയുടെ ഒരു വലിയ ഗാർഡനുണ്ട്, അവിടെ പോയാൽ ഒന്ന് ശാന്തമായിട്ട്, അടുത്ത് ഈ ഗംഗ ഇങ്ങനെ ഒഴുകുന്ന സ്ഥലമാണ്, വളരെ ശാന്തമായ സ്ഥലം, അവിടെ പോകണം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു പരമഹംസൻ ഉണ്ട്, അയാളെ കണ്ടാൽ അതിനെക്കാട്ടും നല്ലതാണ് എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അദ്ദേഹം അവിടെ വന്നു. ഇരുട്ടിയാണ് വന്നത്, രാത്രിയായി. അപ്പോൾ അന്ന് വലിയ ലൈറ്റ്സൊന്നുമില്ല, ചെറിയ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിരിക്കുകയാണ് അതിനകത്ത്. വന്ന് നോക്കിയപ്പോൾ നല്ല ഗാർഡൻ, സുഖമായ ഗാർഡൻ. അവിടെ അദ്ദേഹം അങ്ങിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നൊരാൾ നടന്നു വരുന്നു. അടുത്തു വന്നപ്പോൾ ഈ ചുവന്ന ബോർഡറുള്ള ഒരു മുണ്ട്, ബംഗാളി സ്റ്റൈലിൽ ഇങ്ങനെ ഉടുത്തിട്ടുണ്ട്. ഒരു തണുപ്പുള്ള സ്ഥലമാണ്. ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്, കറുത്ത കോട്ട്. നമ്മൾ സാധാരണ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ അതിൽ താടിയൊക്കെ ആയിട്ടാണ് കാണുന്നത്. അതൊക്കെ ലാസ്റ്റിലെടുത്ത പടങ്ങളാണ്, ഫോട്ടോസാണ്. ഒന്നാമത് അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. 2 ഫോട്ടോസ് ആകപ്പാട് ശരിക്കും അദ്ദേഹം അറിഞ്ഞ് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയേ ഉള്ളൂ, ഇങ്ങനെ ഇരിക്കുന്നത്. അതും പകുതി സമാധിയിലാണ്. പിന്നൊന്ന് ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്ന ഒരെണ്ണം ഞാനവിടെ കണ്ടു. ഇത് 2മേ ഉള്ളൂ. ബാക്കി അതിന് മുമ്പേ ഉള്ളതെല്ലാം വളരെ ക്ലീൻ ഷേവായിട്ട്, അദ്ദേഹം വളരെ ഒരു ഗ്ലോയിങ് കളറിലെ ഒരു മനുഷ്യനായിരുന്നു. ഇടയ്ക്ക് മുറുക്കുമായിരുന്നു. അപ്പോൾ ചുണ്ടെല്ലാം ചുവന്ന്, കാലിൽ നല്ല ചെരുപ്പ് പോളിഷ് ചെയ്തൊക്കെ ഇട്ടൊരാൾ വന്നു, അടുത്തേക്ക് വന്നു. അപ്പോൾ ചോദിച്ചു, ഇവിടെ ഒരു പരമഹംസനുണ്ടോ, അറിയാമോ? പറഞ്ഞു, പരമഹംസനുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇരിക്കും, നമുക്ക് സംസാരിക്കാമെന്ന്. അവിടെ ഇരുന്നു. അതാണ് ഒരു ഭക്തൻ, അല്ലെങ്കിൽ ഒരു വലിയ യോഗി, അല്ലെങ്കിൽ ഋഷി, അവതാരമെന്ന് വേണമെങ്കിലും പറയാം അദ്ദേഹത്തെ. അങ്ങനെയുള്ളവരും ബാക്കിയുള്ളവരുമായിട്ടുള്ള വ്യത്യാസം. സാധാരണ എങ്ങനെയാണ്, ഇവിടെ ഒരു പരമഹംസം ഉണ്ടോ, എന്താ തനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇങ്ങനെ? അദ്ദേഹം പറഞ്ഞു, പരമഹംസനുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. കുറേ നേരം അവർ പല കാര്യങ്ങളും സംസാരിച്ചിട്ട് പെട്ടെന്ന് ശ്രീരാമകൃഷ്ണൻ ചോദിച്ചു, ശരി, നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്നതല്ല, ഞാൻ പ്രൊഫസറാണെന്നോ? ശരി, പ്രൊഫസറാണ്, ഹെഡ് മാസ്റ്ററാണ്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈശ്വരന്, നിങ്ങളുടെ വിശ്വാസത്തിൽ ഈശ്വരൻ നിരാകാരമാണോ, നിരാകാരം നിർഗുണമാണോ, അതോ രൂപമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ വിശ്വാസം എന്താണ്? അദ്ദേഹം അന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാം ബ്രഹ്മസമാജിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ബ്രഹ്മസമാജിൽ നിരാകാരമാണ്
ഈശ്വരൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിരാകാര ബ്രഹ്മത്തിലാണ് വിശ്വാസം. ശരി, നല്ലതാണ്, അതൊരു നല്ല ഒരു ഫിലോസഫിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നിരാകാരം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ബ്രഹ്മം സർവവ്യാപിയാണോ അതോ സ്പെഷ്യലായിട്ട് വല്ല സ്ഥലത്തിരിക്കുന്നൊരു ഒരു വ്യക്തിയാണോ, എന്താണ്? അദ്ദേഹം ആലോചിച്ചു പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തിൽ അത് സർവവ്യാപിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർവവ്യാപിയാണെങ്കിൽ ആ കാണുന്ന ഭദ്രകാളി ഉണ്ടല്ലോ, അതിൻ്റെ രൂപത്തിനകത്തും കാണണമല്ലോ, സർവവ്യാപിയല്ലേ. അപ്പോൾ സർവവ്യാപിയാണെങ്കിൽ അവിടെ ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ, അവിടെയും കാണണം. അപ്പം എന്തിനാ അതിനെ മാറ്റി പറയുന്നത് നിങ്ങൾ? അവിടെ ഇല്ല, നിരാകാരമാണ്, ഇതൊക്കെ തെറ്റാണ്. ആദ്യമായിട്ടാണ് ഒരാൾ ഇദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അദ്ദേഹം ഉടനെ ചോദിച്ചു, അത് ഒരു രൂപമാണ്, പക്ഷെ അതിന് ജീവനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എന്നോട് രാത്രി ഇരുന്ന് സംസാരിക്കുകയും എൻ്റെ കൂടെ നടക്കുകയൊക്കെ ചെയ്യും, അപ്പോൾ ജീവനുണ്ടോ ഇല്ല? ഇദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ വയ്യ, മിണ്ടാതിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അത് ബാക്കിയുള്ളവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അത് രൂപമുണ്ടെങ്കിലും അതിനകത്ത് ബ്രഹ്മമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം, സ്വന്തമായിട്ടൊന്നും അറിഞ്ഞും കൂടെ അനുഭവവുമില്ല, ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങ് നിർത്തി. അതാണ് ആദ്യത്തെ എൻകൗണ്ടർ അദ്ദേഹമായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആരാധിച്ചിരുന്നത് ഭദ്രകാളിയാണ്. ഈ ഭദ്രകാളി എന്ന് പറയുന്ന പോലത്തെ ശക്തിയെല്ലാം ആരാധിക്കണമെങ്കിൽ ശരിക്കും നമ്മുടെ അഹങ്കാരമുണ്ടല്ലോ, ഈഗോ, അത് കാൽക്കൽ ഇട്ടിട്ടേ നമുക്കത് അങ്ങനെയുള്ള ഡയറ്റീസിനൊക്കെ ആരാധിക്കാൻ കഴിയും. ഭദ്രകാളിയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ, കരാലവദനാം ഘോരാം മുക്തകേശും ചതുർഭുജാം കാളികാം ദക്ഷിണാം ദിവ്യാം, ലാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മുണ്ടമാല വിഭൂഷിതാം, കഴുത്തിലിട്ടിരിക്കുന്നെല്ലാം തലയാണ്. എൻ്റെ തല കൊടുക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ അത്രയും ശക്തിയായിട്ടുള്ളൊരു ഡയറ്റിയെ നമുക്ക് ആരാധിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പിന്നെ അഹങ്കാരം ഒന്നുമില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ കേസ് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് അഹങ്കാരം ഒരു ചെറിയ ഒരു ഡിഗ്രി പോലും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ആ മഹാശക്തിയുടെ അനുഭവത്തിൽ ഇതെല്ലാം അങ്ങോട്ട് വാഷ് ഔട്ടായി. ഒരു നടക്കും സംസാരിക്കുന്ന ഒരു ഫ്രെയിമാണെങ്കിലും അതിനകത്ത് ആ ശക്തി അല്ലാതെ വേറെ ഒന്നുമില്ല. മനുഷ്യനെന്ന് നമുക്ക് പറയാം, കാരണം നടക്കുന്നു, സംസാരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, പക്ഷേ ഹൃദയത്തിനുള്ളിൽ ആ ശക്തി തന്നെയായിരുന്നു, വേറെ ഒന്നുമില്ല. അത്ര ശുദ്ധമായ ഒരു മനസ്സ്, അഹങ്കാരം എന്ന് പറയുന്ന അടുത്തുകൂടെ പോയിട്ടില്ലാത്തൊരു മനുഷ്യൻ വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സ്വാമി വിവേകാനന്ദന് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു വീര്യം. ഇതങ്ങനെയല്ല. ആ വീര്യം അദ്ദേഹം വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. നിന്നെപ്പോലെ ഒരാളുണ്ടെങ്കിലേ ഞാൻ അനുഭവിച്ചത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനിയൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഹൃദയ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു നെവ്യൂ ഉണ്ടായിരുന്നു. അമ്മാവൻ ചെയ്യുന്ന എല്ലാം ഇദ്ദേഹവും ചെയ്യും. അദ്ദേഹം അവിടെ പഞ്ചവടിയിൽ പോയി തുണിയെല്ലാം അഴിച്ച് കളഞ്ഞിരുന്ന് ധ്യാനിക്കും, ഇദ്ദേഹം പോയിരുന്നു ധ്യാനിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹം അതുപോലെ ആകണം എന്നുള്ളൊരു ചിന്തയുള്ള, പക്ഷേ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പം ഒരു ദിവസം അദ്ദേഹം കേട്ടിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ കന്യാപൂജ ചെയ്തിട്ടുണ്ട് ഒരു കൊച്ചുകുട്ടിയെ പണ്ട്. അപ്പം ഇദ്ദേഹം വിചാരിച്ച ഞാനും അങ്ങ് ചെയ്യാം. ചോദിച്ചൊന്നുമില്ല അദ്ദേഹം, അമ്മാവൻ്റെ അടുത്ത് ചോദിച്ചില്ല, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. മാഥുർ ബാബു എന്ന് പറയുന്ന ആൾ ആണ് അത് മുഴുവൻ നടത്തുന്നത് ആ സമയത്ത്. റാണി റസ്മോണിയുടെയും ദക്ഷിണേശ്വർ ക്ഷേത്രവും എല്ലാം. റാണി മരിച്ചുപോയി, ഇദ്ദേഹമാണ് അതിൻ്റെ കെയർടേക്കർ. ഇദ്ദേഹം റാണിയുടെ സണ്ണിലോ ആണ് മാഥുർ ബാബു. അപ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പുറത്തിറങ്ങി ഗാർഡനിൽ ഇങ്ങനെ വന്നപ്പോൾ
ഹൃദയ പെട്ടെന്ന് പൂജാ സാമഗ്രികളെല്ലാം കൊണ്ടുപോയി അതിൻ്റെ കാൽക്കൽ പോയി കന്യാപൂജ അങ്ങ് ചെയ്തു പെട്ടെന്ന്. ഇത് മാതൃബാബു അറിഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര പേടിയായി. കാരണം ഈ റാണി രസമണി എന്ന് പറഞ്ഞാൽ അവർ ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. ഇവരാണെങ്കിൽ ചാട്ടോപാധ്യായാണ്. ഇവർ കയറി ഈ കുട്ടിയുടെ കാലിൽ പൂജ ചെയ്താൽ നമുക്കെന്തെങ്കിലും പറ്റുമോ, കർമ്മഫലം എന്തായിരിക്കും ഇതിൻ്റെ എന്നൊക്കെ വിചാരിച്ച് പേടിച്ച് മാതൃബാബുക്ക് അങ്ങ് ദേഷ്യം വന്നു. അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഉള്ള ബ്രാഹ്മണന്മാരെല്ലാം വെളിയിൽ പൊയ്ക്കോളാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹൃദയ റൂമിനകത്ത് പോയി സാധനങ്ങളെല്ലാം എടുത്ത് പോകാൻ നേരത്ത് ശ്രീരാമകൃഷ്ണൻ ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അത് മാതൃബാബു പറഞ്ഞു, നമ്മളെല്ലാം പുറത്ത് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും പുറത്ത് പോകണമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണ്, എന്നാൽ പിന്നെ പോവാം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സഞ്ചിയും ഇരിക്കുന്ന ഒരു മാറ്റുണ്ട് ധ്യാനത്തിന്, അതുമൊക്കെ എടുത്ത് പതുക്കെ ഇറങ്ങി. മാതൃബാബു മോളിൽ ഇരുന്ന് നോക്കിയപ്പോൾ ആദ്യം ഹൃദയം നടന്നു പോകുന്നു, അതിൻ്റെ പുറകെ ഇദ്ദേഹവും പോകുന്നു. അത് താഴെ ഓടി വന്ന് ആദ്യമായിട്ട് ബാബ എന്ന് അദ്ദേഹത്തിനെ വിളിച്ചത് മാതൃബാബുവാണ്. വന്ന് പറഞ്ഞു, ബാബ എങ്ങോട്ട് പോകുന്നു? അല്ല അല്ല ഹൃദയം എന്നോട് പറഞ്ഞു ഇവിടുത്തെ നിങ്ങളെല്ലാം പുറത്ത് പോകണം, ബ്രാഹ്മണന്മാരെല്ലാം, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും പൊക്കളാന്ന് വിചാരിച്ചു, അതുകൊണ്ട് പെട്ടിയൊക്കെ എടുത്ത് പോയി. ഞാൻ കാൽക്കൽ വീണിട്ട് ഞാൻ അദ്ദേഹത്തിനെ അല്ല പറഞ്ഞത്, ഞാൻ ജനറലായിട്ട് ഇങ്ങനെ പറഞ്ഞ് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. ഓ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു പോവാം. ഇത് ആലോചിച്ച് നോക്കുക, അഹങ്കാരം ഉണ്ടോ ഇല്ലയോ ആ മനുഷ്യന്. സാധാരണ അങ്ങനെ ചെയ്താലും ആദ്യത്തെ ഭാഗം നടന്നാലും രണ്ടാമത്തെ ഭാഗം ഞാൻ എന്തിനു തിരിച്ചു പോകണമെന്ന് ഞാൻ, ഓ അങ്ങനെയാണോ, ശരി തിരിച്ചു പോവാം, കഴിഞ്ഞു, ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പം അങ്ങനെ ഒരു മനസ്സുണ്ടായാലേ ഭക്തിയും ഉണ്ടാവുള്ളൂ. പരാഭക്തൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സുള്ളൊരു മനുഷ്യനാണ്. സങ്കടമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും അതല്ല അവിടെ കാര്യം, ഭഗവത് ദർശനം ആവശ്യമുണ്ട് എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. തിരുവേനിക്ക് അറിയാം, ഭാഗവതം പറയുന്നതുകൊണ്ട് സപ്താഹം ചെയ്യുന്നതുകൊണ്ട് കുന്തി ദേവിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഭാഗവതത്തിൽ. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, സൂക്ഷിക്കണം. ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ പിന്നെ കരഞ്ഞ് തിരിച്ചു വരും. പക്ഷെ കുന്തി ദേവിയുടെ കൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്രം കഴിഞ്ഞ് ദ്വാരകയ്ക്ക് പോവുകയാണ്. എല്ലാവരോടും ചെന്ന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അർജുനനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ വലിയവരെല്ലാം വലിയവരെ കാല് തൊട്ട് ഭഗവാൻ നമസ്കരിക്കുന്നു. ആലോചിച്ചു, നമ്മളിവിടെ ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ആളാണ്. അവിടെ നിന്ന് കുന്തി ദേവിയിലെടുത്ത് ചെന്ന് നമസ്കരിച്ച് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ദ്വാരകയിൽ പോവാണ്, എന്തെങ്കിലും വേണോ, വരം എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചോണം. അപ്പോൾ കുന്തി ദേവിയുടെ ഒരു ഡയലോഗ് മുഴുവൻ ഞാൻ പറയുന്നില്ല. കുന്തി ദേവി പറയുന്നത്, ഈ ഡ്രാമ എല്ലാം മതിയാക്കൂ, എനിക്കെല്ലാം അറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം, എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാക്കിയത് നീയാണ്, ഞങ്ങൾക്ക് വേണ്ടി ജയിച്ചു തന്നതും എല്ലാം എനിക്കറിയാം, അതുകൊണ്ട് ഇത് മതിയാക്കി, ഇനി ഈ ഡ്രാമയൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. പക്ഷേ എന്നോട് ചോദിച്ചില്ല വരം വേണോ എന്ന് ചോദിച്ചു. ഒരു വരം എനിക്ക് ആവശ്യമുണ്ട്. എന്താണ്? ലോകത്തുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും എൻ്റെ തലയ്ക്ക് കൊണ്ടുവരണം, ഇതാണ് എനിക്ക് ആവശ്യം. അത് ശ്രീകൃഷ്ണൻ തന്നെ കുറച്ച് ടേക്കൺ അബാക്കാണ്. ഇതെന്താണ് ഈ പറയുന്നത് കുന്തി, എല്ലാം അറിയാം എന്നാലും ഒരു ഡ്രാമ. അപ്പം അങ്ങനെയാണ്. എന്താണ് അതിൻ്റെ കാരണം? സങ്കടവും വിഷമവും വരുമ്പോഴേ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ ഭഗവാനെ വിളിക്കും. അപ്പോൾ ഇത് വന്നുകൊണ്ടിരുന്നാൽ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. നിന്നെ വിളിച്ചുകൊണ്ടിരുന്ന നീ എപ്പോഴും എന്നെ ദർശനം തരും എന്ന് എനിക്കറിയാം, അത് ഗ്യാരണ്ടിയാണെങ്കിൽ. അതുകൊണ്ട് എനിക്കിതേ ഉള്ളൂ, വേറെ ഒരു പ്രാർത്ഥനയും ഇല്ല. ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇതാണ് പരാഭക്തി. അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ഭക്തിയിലൊക്കെ നിന്നാൽ മതി. ഇപ്പോൾ അതിന് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ കൈയെടുത്ത കൃഷ്ണ ഭഗവാൻ തഥാസ്തു, അങ്ങനെ ആകട്ടെ. ഈ
വൈകുന്നേരം ആരത്തി നടക്കുമ്പോൾ ആദ്യം ഒരുപാട് ശബ്ദം കേൾക്കും, കൊട്ടും വാദ്യവും. അത് കഴിഞ്ഞ് വാതിലങ്ങോട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആർക്കും പറയാൻ പറ്റില്ല ഇതിപ്പോൾ തുറക്കണം, പറ്റുമോ? പറ്റില്ല. അത് നിന്നാലേ പറ്റൂ, കൈ കെട്ടി അവിടെ നിന്നാലേ പറ്റൂ. അത് കഴിഞ്ഞ് മൃദംഗവും നാദവും ശംഖും ഇതെല്ലാ ശബ്ദങ്ങളും. ശരിക്കും ഒരു യോഗിക്ക് ധ്യാനത്തിൽ ഇതെല്ലാം കേൾക്കുന്നതുമാണ്. ശംഖ്, കൊട്ടുവാദ്യം എല്ലാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുറക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ശബ്ദം ഉണ്ടാവും, പിന്നെ ദീപം മാത്രം. ആ ദീപം കഴിഞ്ഞാൽ പിന്നെ സൈലൻസാണ്. ആ സമയത്താണ് ഫുൾ ദർശനം നമുക്ക് കിട്ടുന്നത്, ആ സൈലൻസ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുമായിരുന്നു, ഈ സദ്യ തുടങ്ങുന്നതിന് മുമ്പേ ആളുകൾ ഒരുപാട് സംസാരിക്കും, ഒരുപാട് സംസാരിക്കും. അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോളിറ്റിക്സ് എല്ലാം സംസാരിക്കും. അവിടെ ഇലയിൽ പായസം വന്ന് കിട്ട് കഴിയുമ്പോൾ പിന്നെ ശബ്ദമൊന്നുമില്ല, സംസാരം എന്നുള്ള ശബ്ദം മാത്രമേ. എന്ന് വെച്ചാൽ ആ ദർശനം കിട്ടിയ ഒരു മഹാൻ പിന്നെ അവിടെ ഡിസ്കഷനോ യുദ്ധമോ ബഹളമോ ഒന്നുമില്ല. അത് ആസ്വദിച്ച് ആനന്ദമാണ്. കാരണം പരമാനന്ദമാണത്. അതിനെ തേടിയാണ് നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്നത്. അതിവിടെ തന്നെ ഉണ്ട്. അതിവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ക്ഷേത്രങ്ങളുണ്ടാക്കി ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നതും ദർശനം കാണിക്കുന്നതും എല്ലാം. അവസാനം അത് ഞാൻ പറയാറുണ്ട് പലരിടത്തും, ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ദീപാരാധന ചെയ്യുമ്പോൾ കണ്ണ് തുറന്ന് നോക്കും. അത് കണ്ണ് തുറന്ന് നോക്കാനാണ് ഇത് ചെയ്യുന്നത്. അവിടെ ചെന്ന് കണ്ണടച്ച് ഇങ്ങനെ നിന്നിട്ടിൻ്റെ കാര്യം. കണ്ണ് തുറന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും മാറിയിരുന്ന് കണ്ണടച്ച് അതേ രൂപം ഇവിടെ കാണുകയാണെങ്കിൽ അത് അടുത്ത സ്റ്റെപ്പാണ്. അവസാനം എപ്പോഴും അത് ഇവിടെ ഇങ്ങനെ കണ്ടു തുടങ്ങും. പിന്നെ പോകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞാൽ നമുക്കിപ്പോൾ നിർത്താൻ പറ്റില്ല. ഇത് സർവവ്യാപിയായ ഈശ്വരൻ എല്ലാ ദിക്കിലും കണ്ടു തുടങ്ങിയാൽ പിന്നെ പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഇത്രയും വേദാന്തം എല്ലാം എഴുതി ബ്രഹ്മസൂത്ര ഭാഷ്യം എഴുതി കഴിഞ്ഞിട്ട് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി ആരാണെന്ന് നമുക്കറിയാം, പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്, ഈ ഭക്തി ഭാവം എന്നൊക്കെ പറയുന്നത്. അതിൽ കൂടെ ഉള്ളതാണ് മനുഷ്യസ്നേഹം, മാനവേകത. ഇതെല്ലാം ഇതിൽ കൂടിയതാണ്. ഭഗവാൻ അർജുനനടുത്ത് ഏറ്റവും വലിയ യോഗി ആരാണ്, ഏറ്റവും വലിയ ഭക്തൻ, എൻ്റെ ഏറ്റവും അടുത്ത ഭക്തൻ ആരാണ് ചോദിക്കുമ്പോൾ സർവഭൂതഹിതേരഥ, 12-ാമത്തെ അധ്യായമാണ് ഭക്തിയോഗം. സർവഭൂതഹിതേരഥ, എല്ലാ മനുഷ്യരും എല്ലാ ജീവികളുടെയും ഹിതം, എല്ലാവരും നന്നായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് എൻ്റെ ഏറ്റവും അടുത്ത ഭക്തൻ എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണമാണ് ഈ പാദയാത്ര. അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ വേറെ ഒരു അജണ്ടയും എനിക്കില്ല. നാളെ ഇലക്ഷനെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല, നമുക്കതിന് ഇൻട്രസ്റ്റും ഇല്ല. ഈ കന്യാകുമാരി തൊട്ട് ഈ ശ്രീനഗർ വരെയുള്ള യാത്ര 6600 കിലോ, ഇപ്പോൾ 400 കിലോമീറ്റർ ആയി ഇവിടെ എത്തിയപ്പോൾ. ഇത് രണ്ട് കാരണങ്ങളെ ഇതിലുള്ളൂ. ഒന്ന്, ഞാൻ എൻ്റെ കൂടെ നടക്കുന്നവർക്കെല്ലാം ഇതൊരു സാധനയായിട്ട് വിചാരിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ കൂടെ കൊണ്ടുപോകുന്നത്. വീട്ടിൽ നമ്മൾ AC ഒക്കെ ഇട്ടിരുന്നത് ഇതൊന്നും അറിയില്ല. ഇറങ്ങി നടന്ന് ആളുകളുടെ കൂടെ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് ഭാരതത്തിൽ എന്തെല്ലാം സ്വാമി വിവേകാനന്ദൻ ഇത് തന്നെയാണ് ചെയ്തത്. എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞല്ലേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരുടെ കൂടെയും പോയി താമസിച്ച് അവരെപ്പറ്റി മനസ്സിലാക്കി എന്താണ് ഇവിടെ ആവശ്യം, മാനവേകതയാണ് ആവശ്യം. ഇവിടെ ഇത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ഞാൻ വന്നു. ഇത് മുഴുവൻ എല്ലായിടത്തും ഇങ്ങനെ നടക്കാൻ നേരത്തെ എല്ലാം ഇത് കാണുന്നുണ്ട്. ഞാൻ എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തിരിച്ചു ഇത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഇത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഒന്ന്, സർവഭൂതഹിതേരഥ. രണ്ട്, നമ്മളെല്ലാം ഒന്നാണ്, ഒരു
ഈശ്വരൻ, സർവ്വവ്യാപിയായ ഈശ്വരൻ്റെ അംശങ്ങളാണ് എല്ലാ ഹൃദയത്തിലും ഉള്ളത് എന്നുള്ള ഒരു അനുഭവം കൊണ്ടാണ്, ആ അനുഭവം ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇത് തികച്ചും ഒരു ഭാരതീയ യാത്ര എന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ സോഴ്സ് ഇവിടെ തന്നെ ഉണ്ട്, പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് എല്ലാവരും മനസ്സിലാക്കിയാൽ ഇന്ന് ഈ രാജ്യവും നന്നാവും, നമ്മളൊരു എക്സാമ്പിളായിട്ട് ബാക്കിയുള്ളവർക്കും കാണിക്കാൻ സാധിക്കും. പലരും, ഞാൻ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ പലരും പറയും നമുക്ക് ഇവിടെ ഒരു യാത്ര നടത്താം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ റൂട്ട്സ് എല്ലാം ഇന്ത്യയിലാണ്, ആദ്യം ഇവിടെ ചെയ്യാം, പിന്നെ നമുക്ക്. അതുകൊണ്ട് അവർ അങ്ങോട്ട് വരാത്തതുകൊണ്ട് കുറേ പേര് ഇങ്ങോട്ട് വന്നു, എൻ്റെ കൂടെ ഉണ്ട്. ഇതൊറ്റ കാര്യം കൊണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. കന്യാകുമാരിയിൽ തുടങ്ങിയത് കാരണം അതവിടെ ഒരു സംഗമമാണ്, ഇന്ത്യൻ ഓഷൻ, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ എല്ലാം. പിന്നെ കന്യാകുമാരിയുടെ ഒരു ക്ഷേത്രവും ഉണ്ട് അവിടെ. സ്വാമി വിവേകാനന്ദൻ കടൽ നീന്തി അപ്പുറത്ത് പോയി ആ ഒരു പാറയിലിരുന്നിട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് മുഴുവൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് 12 ജാനുവരി അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു, ജന്മദിനമാണ്. ശ്രീനഗർ വരെ പോകാനുണ്ട്, ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും എനിക്കൊരു ഒരു ഒരു അഭ്യർത്ഥനയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, വലിയവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൽ പോകുമ്പോഴും തിരുവേണി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ബാക്കി ഇവിടെ ഉള്ളവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പറ്റുമെങ്കിൽ 2 മണിക്കൂർ ഞങ്ങളുടെ കൂടെ നടക്കുകയും ചെയ്യാം. ഒരു ദിവസം വേണ്ട, 2 മണിക്കൂർ നടക്കും. ഇന്ന് കുറേ ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കും ഒരു എൻകറേജ്മെൻറ്റാണ്. ഇത് ശ്രീനഗർ വരെ നമുക്ക് പോയി എത്താൻ അത് ഞാൻ ഏതായാലും പോവും. മഹേശ്വർനാഥ് ബാബ എൻ്റെ ഗുരു പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പോവും. ആരും വന്നില്ലെങ്കിലും പോവും. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ആരും വന്നില്ലെങ്കിലും ഞാനൊരു കമ്പ് കൊടുത്ത് ഞാനിങ്ങ് നടക്കും. പക്ഷേ നടക്കുന്നവരെല്ലാം ഇതിനെപ്പറ്റി ചിന്തിക്കുകയും എല്ലാവരും സഹകരിക്കുകയും ചെയ്താൽ ഈ മാനവേക്തയുടെ വാക്ക് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന പ്രത്യാശയുടെ പാദയാത്ര സക്സസ്ഫുള്ളായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. അത് എല്ലാവരും ഇങ്ങനെ പറയും, ഞാനും ഇങ്ങനെ അത് തലവേദന ഉണ്ടെങ്കിലും തട്ടും ഞാൻ. അപ്പോൾ ആ ഹൃദയത്തിൽ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ശ്വാസം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് ഹൃദയത്തിനുള്ളിൽ വെള്ള ഒരു താമര സങ്കല്പിക്കും. ആ താമരയുടെ മുകളിൽ ഒരു ചെറിയ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ച് ആ വിളക്കിൽ നോക്കി മനസ്സുകൊണ്ട് ഓം എന്നിങ്ങനെ ജപിക്കും. ഇതൊന്ന്. നിരാകാരം ആരാധിക്കുന്നവർക്ക് അത്, അല്ലാതെ രൂപം ആരാധിക്കുന്നവർക്ക് ആ സമയത്ത് ആ വെള്ള താമരയിൽ ഇഷ്ടദേവതയെ കൊണ്ട് അവിടെ നിർത്തുക, അവിടെ അങ്ങോട്ട് സങ്കല്പിക്കുക ഇഷ്ടദേവത. എന്നിട്ട് ഇഷ്ടദേവതയുടെ മന്ത്രം ഒന്ന് കാണുമല്ലോ. ശിവനാണെങ്കിൽ ഓം നമഃ ശിവായ, ലിംഗമാണെങ്കിലും ഓം നമഃ ശിവായ. നമ്മുടെ ഇഷ്ടദേവത ഗണപതിയാണെങ്കിൽ അതിനും മന്ത്രമുണ്ട്, ഗം ഗണപതായ നമഃ. ഇല്ല, ശ്രീകൃഷ്ണനാണെങ്കിൽ ഓം നമോ നാരായണൻ ജപിക്കാം. ഇതൊന്നും ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിൽ ഓ ലോഡ് എന്ന് ജപിക്കാം. ഇസ്ലാമിൽ സൂഫീസത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഹൃദയത്തിൽ ഒരു ലൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ച് അതിലിങ്ങനെ നോക്കിയിരിക്കും. അത് ഒരു 2 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ, 2 മിനിറ്റ് ഇവിടെ ഇരിക്കാനാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം 15 മിനിറ്റോ അരമണിക്കൂറോ ചെയ്യാം. ഞാൻ 2 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 2 മിനിറ്റേ ഞാൻ ചെയ്യുമെന്ന് വിചാരിക്കരുത്. കാരണം വേറെ ജോലികളൊക്കെ ഉണ്ട് പലതും. അങ്ങനെയല്ല ഞാനിപ്പോൾ പറയുന്നത്. വീട്ടിൽ പോകുമ്പോൾ കുറച്ച് നേരം കൂടെ ചെയ്യണം. അത് കഴിയുമ്പോൾ ഞാൻ ഓം ശ്രീ ഗുരുഭ്യോ നമഃ, ഓം ശാന്തി 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 എന്ന് പറയും. അപ്പോൾ നിർത്താം. ഇത് എന്നും രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഇരുന്ന് ചെയ്യണം. ഏറ്റവും നല്ല സമയം സന്ധ്യയാണ്, രാവിലത്തെ സന്ധ്യ.
സന്ധ്യ എന്ന് പറഞ്ഞാൽ ചിലർ വിചാരം സന്ധ്യ വൈകുന്നേരമാണ്. സന്ധ്യ രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കും ഉണ്ട്, വൈകുന്നേരമുണ്ട്. 3 സന്ധ്യയുണ്ട്. അപ്പോൾ ഏത് 3 സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ അത് എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അതങ്ങോട്ട് ചെയ്യാം. ഇല്ല, സമയമില്ലെങ്കിൽ വൈകുന്നേരം വന്നിരുന്ന്. സമയമില്ല എന്ന് നമുക്ക് സമയം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരാൾ പറഞ്ഞു, സമയമില്ല, ഞാൻ പട്ടിയെ നടക്കാൻ കൊണ്ടുപോകണം. അപ്പം അത് ഇച്ചിരി സമയം ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാനും പട്ടിയെ നടത്താൻ കൊണ്ടുപോകാറുണ്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടുന്നുണ്ടെന്ന്. നമുക്കത് ചെയ്യാം. ഇപ്പോൾ 3 പ്രാവശ്യം എൻ്റെ കൂടെ ഓം എന്ന് ജപിക്കുക. അത് കഴിഞ്ഞ് ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഞങ്ങളുടെ ഗുരുമന്ത്രമാണ്. അത് ആർക്ക് വേണമെങ്കിലും ജപിക്കാവുന്ന മന്ത്രമാണ്. അത് ജപിക്കുക 1 പ്രാവശ്യം. അത് കഴിഞ്ഞ് ഹംസാല് ധ്യാനം ശ്രദ്ധിക്കുക. അത്രയും ചെയ്താൽ മതി. ഇപ്പം പിന്നെ അടുത്ത സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. പിന്നെ ഞാൻ ഓം ശാന്തി എന്ന് പറയുമ്പോൾ കണ്ണു തുറന്നാൽ മതി. ഓ